അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അതോടെയാണ് വീണ്ടും കാര്യങ്ങൾ വഷളായത്. ഈ സംഭവത്തെ തുടർന്ന് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തങ്ങളുടെ സൈനിക കരുത്തിനെ പരീക്ഷിക്കാൻ മുതിരുന്നവർക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. തങ്ങളുടെ സൈനിക ശേഷിയെ കുറച്ച് കാണരുതെന്നും അമേരിക്ക സ്വന്തം സുരക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് എത്രയും വേഗം പിന്മാറണമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. പേർഷ്യൻ ഗൾഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിക്രമിച്ച് കയറിയ പുറത്തുനിന്നുള്ളവർക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ മനസ്സിലാകുമെന്നും അരാക്ചി ഓർമ്മിപ്പിച്ചു. യുദ്ധക്കളത്തിലെ പരാജയങ്ങൾക്ക് ശേഷം അമേരിക്ക ഇപ്പോൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കുകയാണെന്നും ഏത് ഭീഷണിക്കും തങ്ങളുടെ സായുധ സേന മറുപടി നൽകുമെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. അതേസമയം ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നാലെ ഇറാനെതിരെ അമേരിക്കൻ സൈന്യം ശക്തമായ തിരിച്ചടിയാണ് നടത്തിയത്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ അമേരിക്കൻ എയർഫോഴ്സ്, നേവി ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൌസിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടക്കുന്നത്. അതിനിടെ ഇറാൻ ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന് മുകളിലുള്ള ഈ സൈനിക നീക്കങ്ങൾ മേഖലയിലെ മൊത്തത്തിലുള്ള സുരക്ഷയെ അപകടത്തിലാക്കുകയാണ്. ഇറാന്റെ സൈനിക നടപടി അനാവശ്യമാണെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോൾ സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. ഇറാന്റെ തുറമുഖ നഗരമായ സിറിക്, ബണ്ടർ അബ്ബാസ്, ഹോർമുസിന്റെ അതിർത്തിയായ ഖൊഷം ഐലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തിൽ 2 ജലസംഭരണികൾ തകർന്നതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗും റിപ്പോർട്ട് ചെയ്തു. ബമാനി ജില്ലയിലും കുഹസ്താക്കിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജലസംഭരണികളാണ് ഇവയെന്ന് ഹോർമുസ്ഖാൻ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ കമ്പനി CEO അബ്ദുൽ ഹമീദ് ഹാംസപൂർ പറയുന്നു. നിലവിൽ ഈ മേഖലയിലേക്കുള്ള ജലവിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. അവർ ഒരു ഹെലികോപ്റ്റർ തകർത്തു, ഞങ്ങൾ പ്രതിരോധിച്ചു. അവർ ചെയ്തതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതിനുള്ള ഇറാന്റെ തിരിച്ചടി അനുഭവിക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും. അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള എല്ലായിടവും ആക്രമിക്കും എന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്.